ബ്രെയിൻ ട്യൂമർ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി ബ്രെയിൻ ട്യൂമർ അഥവാ പ്രാഥമികമായിട്ടും തലച്ചോറിൽ നിന്നും ഉത്ഭവിക്കുന്ന ട്യൂമറുകൾ. രണ്ടാമതായിട്ട് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ, ഉദാഹരണത്തിൽ ലങ്സ് അഥവാ അല്ലെങ്കിൽ കരൾ മുതലായ അവയവങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആകുന്ന ടൈപ്പ് അതിനാണ് സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ ഒരു ലക്ഷണമായിട്ട് കാണുന്ന തലവേദന ആണ്. പലർക്കും രാത്രി ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് ഇത് ട്യൂമറിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ തലവേദന ഇല്ലാതെ പോയി കിടക്കുകയും അതിരാവിലെ തലവേദന കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അത് നൊക്ടേണൽ ഹെഡേക്ക് എന്ന് പറയും. അത് തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപസ്മാര ബാധയാണ്. അതായത് സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ലക്ഷണം. അതായത് അതുവരെ ഇല്ലാതിരുന്ന ഒരാൾക്ക്, അപസ്മാരം ഇല്ലാതിരുന്ന ഒരാൾക്ക്, പ്രായമായ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപസ്മാരക ബാധ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ CT അല്ലെങ്കിൽ MRI സ്കാൻ വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് വേറെ ട്യൂമർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൈക്കോ കാലിനോ അല്ലെങ്കിൽ മുഖത്തിനോ ഉണ്ടാകുന്ന ബലക്കുറവ്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഉള്ള വേപ്പ്, ഒരു സൈഡിലേക്ക് വേച്ച് പോവുക. നമ്മൾ ഡ്രങ്കാർഡ്സ് നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ച് പോവുക നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൈക്കോ അല്ലെങ്കിൽ മുഖത്തിനോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിനോ കാലുകൾക്കോ ഉണ്ടാകുന്ന തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ്. ബ്രെയിനിന് ഉണ്ടാകുന്ന ട്യൂമറുകൾ പ്രാഥമികമായിട്ടും നമ്മൾ സർജറിയിലൂടെ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അപൂർവം ചില ട്യൂമറുകൾ ഓപ്പറേഷൻ ചെയ്യാതെ നമ്മൾ ഒബ്സർവേഷനും ആൻറ്റി എപ്പിലെപ്റ്റിക്സും കൊടുത്ത് മാനേജ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ബ്രെയിൻ സ്റ്റെമ്മിനകത്തുണ്ടാകുന്ന, അതായത് ബ്രെയിനിൻ്റെ കാണ്ഡം എന്ന് പറയുന്ന മർമ്മമായ ഭാഗത്തുണ്ടാകുന്ന ട്യൂമറുകളും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറില്ല. അത് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി അഥവാ ഗാമ നൈഫ് സർജറി എന്ന് പറയുന്ന ഒരുതരം ട്രീറ്റ്മെൻറ്റിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത്.